സ്വകാര്യ ബസ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഉടമകളുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നടത്തിയ ചർച്ച പരാജയം. സമരവുമായി മുന്നോട്ടു പോകാൻ ഭൂരിഭാഗം സംഘടനകളും തീരുമാനിച്ചു. ചർച്ചയ്ക്ക് പിന്നാലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറി. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലും സമരം തുടരാനാണ് 3 പ്രധാന സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും തീരുമാനിച്ചത്. 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക എന്നുള്ളതാണ് പ്രധാന സമരാവശ്യം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർധനയും ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ തീരുമാനം പിൻവലിക്കുകയും ചെയ്യണമെന്നതാണ് മറ്റാവശ്യങ്ങൾ. ഇതിൽ മന്ത്രിയുടെ നിലപാട് ഇങ്ങനെ: കുട്ടികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് സെക്രട്ടറി അടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച ചെയ്യുകയും ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വർധനവാകാം എന്ന നിലയിലൊരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. പ്രൈവറ്റ് ബസ് പെർമിറ്റുകൾ ഒരു കാര്യം പൊളിറ്റിക്കലായിട്ട് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് മന്ത്രി എന്ന നിലയിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരിയായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ പറ്റുകയുള്ളൂ എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ഉറച്ച നിലപാടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഈ പറയുന്ന ആളുകളുടെ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നുള്ളതാണ്. ചർച്ചയ്ക്ക് ശേഷവും സമരം തുടരാനാണ് ഭൂരിഭാഗം സംഘടനകളുടെയും തീരുമാനം. ഈ മാസം 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ആദ്യത്തെ പ്രധാനപ്പെട്ട 3 ഡിമാൻഡുകളെ സംബന്ധിച്ചും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഗതാഗത വകുപ്പ് മന്ത്രിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. ഇല്ല പിൻവലിച്ചിട്ടില്ല. ഈ സമയം പിൻവലിച്ചിട്ടില്ല. 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം തുടരും. ചർച്ചയ്ക്ക് പിന്നാലെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സമരത്തിൽ നിന്ന് പിന്മാറി. ആ സമയത്തിന്റെ തുടക്കം കുറിച്ചൊക്കെ സാഹചര്യത്തിൽ ഗവൺമെന്റായിട്ട് സഹകരിക്കാതെ ഗവൺമെന്റ് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സമരത്തിൽ പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 7-ന് സംയുക്ത സമരസമിതി സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം.